ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് പാലക്കാട്. അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ? ഇറങ്ങൽ വലിയൊരു ചടങ്ങാട്ടോ. കുറേ പരിപാടികളെല്ലാം ഓഫ് ചെയ്ത് വാ ഇറങ്ങ വാ. ഇത് ബാഗ് വണ്ടിയിലേക്ക് വെച്ചേരെ. കുഞ്ഞെല്ലാം നോക്കല്ലേ. ചേച്ചി ആ ബാഗ് പെട്ടെന്ന് കിട്ടുന്ന മാതിരി വെക്കണേ. ഞാൻ എന്റെ ഇരുന്നോട്ടെ, വാവസിനോടൊന്ന് പറയുക. കേറ്. അവൻ കേറി ഓൾറെഡി. ഞാൻ അപ്പുറത്തേക്ക് അപ്പത്തേക്കാണ് കേറ്. ചേച്ചി എന്നെ നടക്കിയിരുത്താനുള്ള പ്ലാനാ. നടക്കത്തില്ല 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 ചേച്ചി, നടക്കത്തില്ല. നീങ്ങി കുറച്ച് കഴിയുമ്പോ വാവച്ച കുറച്ച് കഴിയുമ്പോ മാറ്റാം. നീങ്ങിരി ഇരി നീങ്ങിരി. I'm gonna hurt you so much. ചായ ഇരിക്കുന്നുണ്ട്. I don't care. You can charge it on me. I don't care. അങ്ങനെ വാവച്ചനെ ഞങ്ങൾ ഒരു വിധം പിടിച്ച് നടുക്കിലിരുത്തി. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ അവനുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവനതൊന്നും കാണിച്ചില്ല കേട്ടോ. യാത്ര പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഫോട്ടോ എടുക്കണം, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുവേ. പകുതി കാര്യങ്ങൾ നടക്കത്തില്ല. എന്നാലും പോകുന്ന വഴിക്ക് ഞാൻ തൃശ്ശൂർ ഒന്ന് ഇറങ്ങിയിട്ടാണ് പോയത്. പുതുക്കാട് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് നവ്യ ബേക്കറി. അവിടുത്തെ കട്ട്ലേറ്റ് മേടിക്കാതെ തൃശ്ശൂർ പാസ് ചെയ്ത് ഞങ്ങൾ പോവില്ല. എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ അവിടെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളെല്ലാം കൊടുക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതെല്ലാം അവനോട് ഞാൻ ഇവിടെ ഇറങ്ങുന്നുണ്ടടാ, അവിടെ വന്ന് കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ വന്ന് അതെല്ലാം മേടിച്ചേച്ച് സമയം കിട്ടുവാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ കയറണമെന്നൊക്കെ പറഞ്ഞേച്ച് പോയി. അവിടെ നിന്ന് ഞങ്ങൾ സ്നാക്സും മുഗു എന്ന് പറയുന്ന ഒരു ഡ്രിങ്കും കൂടി മേടിച്ചേച്ചാൽ പോയത്. ഇത് നല്ല ടേസ്റ്റി ആട്ടോ ഈ ഡ്രിങ്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്ഥിരം വെറുപ്പിക്കൽ പരിപാടി, കലാപരിപാടികളെല്ലാം കാറിലുണ്ടായിരുന്നു. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടിടലും ഡാൻസ് കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ ഇപ്പോൾ ഒരു പാട്ടിന് ഡാൻസ് കളിക്കുവേ. അതേത് പാട്ടാണെന്ന് നിങ്ങൾ ലിപ്പ് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാട്ടിടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് കിട്ടും. ഞങ്ങളൊരു 3-3:30 കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ. എല്ലാവരും നല്ല വിശന്നായിരുന്നിരുന്നത്.
നമ്മൾ ആ ഹോട്ടലിൻ്റെ ലോബി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കയറി ചെന്നപ്പോൾ തന്നെ ഒരു ക്രിസ്മസി വൈബ് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ ഈ ആൻറ്റിക് പീസുകളാണ്. ഇത് എവിടെ നിന്ന് അവർ കളക്ട് ചെയ്ത് വെച്ചിരുന്നതെന്നൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ അത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ കളർ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് അധികം നേരം അതിൻ്റെ നേരെ ചുറ്റി കറങ്ങാണ്ട് ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചു. നമ്മളിവിടെ പാലക്കാട് വന്നു, ഇപ്പം ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്നത് ഡിസ്ട്രിക്ട് 9 എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഇതിൽ ക്ലബ് സ്യൂട്ട് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പൗഡർ റൂം പോലെയുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 സൈഡിലായിട്ടാണ് ബെഡ്റൂം ഉള്ളത്. ഒന്ന് ഇത് മെയിൻ റൂമാണ്. ഇത് ഒരു കിങ് സൈസ് ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഒരു വലിയൊരു ബാത്റൂമും ഉണ്ട്. ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ബാത്റൂമുണ്ട്. bathroom so big. പിന്നെ നമ്മുടെ ലിവിങ്ങിൻ്റെ ഇപ്പുറത്തെ ഈ ഭാഗത്തും കൂടി ഇങ്ങോട്ട് ഒരു ഡോറും ഇവിടെ റൂമാണ്. ഇത് പിള്ളേരുടെ റൂമാണ് കേട്ടോ. 2 സെപ്പറേറ്റ് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവർക്ക് ഇവിടെ ഇതുപോലെ ഒരു ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളും ഉണ്ട്. അവരുടെ ബാത്റൂം ഇതാ ഇതിൻ്റെ അകത്തായിട്ടാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു ബാത്റൂം ഇവിടെയുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഈ റൂമിലോട്ട് ഇങ്ങോട്ടുള്ള ഡോർ ലോക്ക് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ കുട്ടികളുടെ റൂമിൽ നിന്ന് സെപ്പറേറ്റ് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഡോറുണ്ട് കേട്ടോ. നമുക്ക് മറ്റേ എന്താണ് ലിഫ്റ്റിൻ്റെ അടുത്തോട്ടൊക്കെ എത്താനായിട്ടുള്ള മാതിരിയാണല്ലോ ഡോറുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. അതിഥിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവാനുഗ്രഹിച്ച് ഗംഭീര ജീവിതം നമ്മൾക്കുണ്ടാവുന്നത് യാതൊരു സംശയമില്ല. അപ്പം ഒന്ന് ഞാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, കടമ്പിലെ ആരാ